കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന്റെ മഹാകരുണയ്ക്കായും കരുതലുകൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കിയവൻ നമ്മെ വീണ്ടും ജീവിപ്പിക്കുന്നു. ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റും അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്ന ദൈവം. ദൈവേഷ്ടം ചെയ്ത് ഈ ദിവസങ്ങളിൽ വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. എത്രയും അല്പകാലം കഴിഞ്ഞ് വരാനുള്ളവൻ വരും, താമസിക്കും. ധൈര്യത്തോടെ പറയണം, എന്റെ നീതിമാൻ വിശ്വാസത്തിൽ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകിയാൽ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിനു വേണ്ടി ശക്തിയോടെ നിൽക്കാൻ, വിശുദ്ധിയോടെ നിൽക്കാൻ ഇടയാവണം. കൈവിടപ്പെട്ടുപോകുന്നവർ കൂട്ടത്തിലാവരുത്. കർത്താവിന്റെ വരവെങ്കിൽ നമ്മളെല്ലാവരും കാണപ്പെടണം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി എന്റെ യേശു പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനായപ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ ഇടയാവണം. നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ഇടപാടുകളുമെല്ലാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കും. ദൈവം ഈ ദിവസങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക ദൈവപ്രസാദത്തിന് യോഗ്യമായി ഫലം കായ്ക്കാതെ, ഇരുട്ട് നടക്കാതെ വെളിച്ചത്തിന്റെ മക്കളായി തീരണം. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്കിടയാവണം. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ. നമ്മുടെ സംസാരിക്കുന്നവർ കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കണം. നാം മുഖാന്തരം ദൈവനാമം പ്രശംസിക്കപ്പെടാൻ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ നമ്മളോട് ഇടയാവും. ദൈവനാമം അപമാനിക്കപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ഭക്തിയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഇതാ ഞാൻ വേഗം വരുന്നു, അവിടുന്ന് വിളിച്ചു പറഞ്ഞു. ഓരോരുത്തരും അവരവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ നമ്മുടെ ദൈവത്തിന്റെ പക്കൽ കൂലിയും പ്രതിഫലവും. നല്ല വിശ്വസ്തന്മാരെ കാക്കുന്ന ദൈവം, അവരെ അറിയുന്ന ദൈവം, അവരെ നടത്തുന്ന ദൈവം ഇന്നും എന്നേക്കും നമ്മോട് കൂടെയുണ്ട്. പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അവരുടെ ദയ നമ്മെ വിട്ടു മാറുകയില്ല. അവിടുത്തെ സമാധാന നിയമം നമ്മെ വിട്ട ഒരു കാലഘട്ടത്തിലും നീങ്ങിപ്പോകുകയില്ല. എല്ലാറ്റിനായും നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാം. ദൈവകൃപയുടെ ആഴങ്ങളിൽ നമുക്ക് നടക്കാം. വിശ്വസ്തയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. വിശുദ്ധിയോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. 9-ാം സങ്കീർത്തനം അതിന്റെ 9-ാം വാക്യം. യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം താൻ. ദാവീദിന്റെ സങ്കീർത്തനാണ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുമെന്നും നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ ദൈവത്തിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്തിനുള്ള ദൈവമേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എന്നൊക്കെ പറയുന്ന സങ്കീർത്തനം. എന്നിട്ടാണ് പീഡിപ്പിക്കപ്പെട്ട, വേദനിക്കപ്പെട്ട, സങ്കടത്തിലൂടെ പോകുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. താൻ പറയുകയാണ്, യഹോവ പീഡിതന് ഒരഭയം. സഹോദരങ്ങളെ, പീഡിപ്പിക്കപ്പെടുമ്പോൾ എങ്ങ് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അങ്ങനെ ഒരു നാമം നമ്മുടെ ദൈവത്തിന്റെ നാമമാണ്, ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ. എല്ലാ നാമത്തിനും മേലായ നാമം, എല്ലാ മുട്ടും മടങ്ങുന്ന ശ്രേഷ്ഠനാമം, കുഷ്ഠരോഗികൾ സൗഖ്യമായ, മുടന്തർ മാനിനെ പോലെ കുതിക്കുന്ന, ഊമർ സംസാരിക്കുന്ന, ചെകിടരുടെ ചെവി തുറക്കുന്ന ശ്രേഷ്ഠ
നാമമാണ് നമ്മുടെ യേശുവിന്റെ നാമം. സ്തോത്രം. ഇവിടെ പറയുന്നു, യഹോവ പീഡിതന് ഒരഭയസ്ഥാനം. പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്കൊരഭയസ്ഥാനമുണ്ട്. നമ്മെ ആശ്ലേഷിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, കണ്ണുനീര് തുടയ്ക്കുന്ന, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ബലപ്പെടുത്തുമെന്ന് പറയുന്ന, സകല ദുഷ്ടശക്തികൾ നമ്മളെ വിടുവിക്കുന്ന, ദുഷ്ടന്റെ ആധിപത്യങ്ങളെ തച്ചുടയ്ക്കുന്ന ഒരു നല്ല അഭയസ്ഥാനമാണ് നമ്മുടെ കർത്താവ്. കഴിഞ്ഞ നാളുകൾ കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, വെല്ലുവിളിയുടെ നടുവിൽ നട്ടം തിരിഞ്ഞപ്പോഴൊക്കെ ഒരു നല്ല അഭയസ്ഥാനം ഉണ്ടായിരുന്നുകൊണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തിലൊക്കെ താൻ അനുഭവിച്ച ഒത്തിരി പങ്കപാടുകൾ, പിടിച്ചുലച്ച സന്ദർഭങ്ങൾ, ജീവിതത്തെ നിരാശ പോലും വന്ന സമയങ്ങളിലൊക്കെ കർത്താവ് തന്റെ അഭയസ്ഥാനമായിരുന്നു. ഇന്ന് പകൽ യേശു നമ്മുടെ അഭയസ്ഥാനമാകട്ടെ. ഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം. എപ്പോഴാണെന്നറിയാമോ? കഷ്ടകാലത്ത്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തെത്തുന്ന സ്തോത്രം. അവിടെ അഭയം പ്രാപിക്കാൻ ആരുമില്ല. കഷ്ടകാലത്ത് നമ്മുടെ കോട്ടയായ ഒരുവൻ, യിരെമ്യാപ്രവചനത്തിൽ വായിക്കുന്ന പോലെ ഇവിടെ അഭയസ്ഥാനമാണ്. കാരണം ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. അടുത്ത വാക്യം നോക്കൂ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും, അവയെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നു. അങ്ങനെ അഭയം പ്രാപിക്കുന്ന വ്യക്തിത്വങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവം, അവരെ ചേർത്ത് പിടിക്കുന്ന ദൈവം, തുടക്കത്തിൽ പറഞ്ഞ പോലെ അവരുടെ കണ്ണുനീരൊപ്പുന്ന, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന, സൗഖ്യമാക്കുന്ന, സഹായിക്കുന്ന ആ ദൈവകരം ഇന്നു പകലിറങ്ങുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേർ ഇന്ന് പകൽ പറയും, എനിക്കൊരഭയസ്ഥാനമുണ്ട്? പ്രിയരെ, ആരും നമ്മളെ മാറ്റി നിർത്തിയാലും മറന്നുപോയാലും നിങ്ങൾ നിരാശപ്പെടേണ്ട. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. തിരുവെഴുത്തിൽ മറ്റടുത്ത് പറയുന്നു, അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളുമായുള്ളവേ. നോക്കൂ, അരിഷ്ടയാണ് കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് നിലനിൽപ്പ് അപകടത്തിലായി ആശ്വാസമറ്റവളെ. നോക്കൂ, ഒരഭയസ്ഥാനം. ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിപ്പിക്കുകയും നീലക്കല്ല് കൊണ്ട് നിന്റെ അടിസ്ഥാനം ഇട്ടുകയും ചെയ്യും. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. ആശ്വാസമറ്റവളെ, നിലനിൽക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്നവരെ, ഇന്ന് പകൽ കരം പിടിച്ചു നടത്തുന്ന, അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന, നിനക്കെതിരായി വരുന്ന ആയുധങ്ങൾ ഫലിക്കാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽ അനുഭവിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ ദൈവം നൽകുന്ന വിടുതൽ കാണാൻ പോകുക. ദൈവത്തിന്റെ കരം ഇറങ്ങുന്നത് കാണാൻ പോകുക. ദൈവപ്രവൃത്തി അനുഭവിക്കാൻ പോകുക. വിളിച്ചു പറ, യഹോവ ഞങ്ങൾക്കൊരഭയസ്ഥാനം. കഷ്ടകാലത്തൊരഭയസ്ഥാനം തന്നെ. കൈവിടാത്തവന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുകയാ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകട്ടെ. അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവന്റെ കരം ഇന്ന് പകലിറങ്ങുകയാ. ദൈവത്തെ അന്വേഷിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുക. അവിടെ നിങ്ങളെ സഹായിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ആ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ആശ്വാസമറ്റവൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവൾ, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന് പറയുന്നവർ ഇല്ല. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും, ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കും, ഞാൻ നിങ്ങളുടെ നുഖങ്ങളെ മാറ്റും, ഞാൻ നിങ്ങളെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് താങ്ങും. പിതാവേ, ഞങ്ങളുടെ കരം ഇന്ന് പകൽ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിങ്ങളുടെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. ദൈവമഹത്വത്തിന് സ്തോത്രം, ദൈവകൃപയ്ക്ക് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ
നിയോഗത്തോടെ അധികാരത്തോടെ മുമ്പോട്ട് പോകും. നമ്മുടെ ദൈവം വലിയ ദൈവം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ഈ വചനങ്ങൾ അലോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.